ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ കേരളത്തിലെ ഡ്രൈവിംഗ് രീതികളുടെ പൊതു സ്വഭാവം തന്നെ പൊളിച്ചു പണിയാനുള്ള ശ്രമങ്ങളിലാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ഈ പുതിയ പരിഷ്കാരങ്ങൾ കാരണം സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടത്താനാവാത്ത സ്ഥിതിയിലാണ് ഉദ്യോഗസ്ഥർ. ഇതിന്റെ ഭാഗമായി മെയ് 1 മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഹാജരാകേണ്ട ആളുകളുടെ എണ്ണം മന്ത്രി വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ്. മന്ത്രിയുടെ ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ ഡ്രൈവിംഗ് സ്കൂളുകൾ പ്രതിഷേധം കടുപ്പിക്കുകയാണ്. എന്നാൽ തീരുമാനത്തിൽ നിന്നും ഒരു പടി പിന്നോട്ടു പോകില്ലെന്ന ശക്തമായ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് കെ.ബി. ഗണേഷ് കുമാർ. മനുഷ്യന്റെ ജീവനാണ് വലുത്. 4 മിനിറ്റ് കൊണ്ട് ലൈസൻസ് കൊടുക്കാൻ കോടതിയിൽ നിന്ന് ഉത്തരവ് ലഭിക്കുകയാണെങ്കിൽ ചെയ്യാമെന്നും ഇക്കാര്യത്തിൽ ഈഗോ ഇല്ലെന്നും ഗണേഷ് കുമാർ വ്യക്തമാക്കി. കാറുകളും മറ്റ് ചെറിയ വാഹനങ്ങളും ഉൾപ്പെടുന്ന ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾക്കാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം കൊണ്ടുവന്നത്. എന്നാൽ മന്ത്രിയുടെ പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റ് തടയുമെന്ന ശക്തമായ നിലപാടിലാണ് CITU. നിലപാടിൽ പ്രതിഷേധിച്ച് മന്ത്രിയുടെ നിർദ്ദേശം പാലിക്കാൻ ഗ്രൗണ്ടുകൾ സജ്ജമാക്കാനും ഡ്രൈവിംഗ് സ്കൂളുകളും തയ്യാറായില്ല. ഇപ്പോൾ വ്യാപകമായി പ്രതിഷേധം സംസ്ഥാനമൊട്ടാകെ നടക്കുകയാണ്. പത്തനംതിട്ടയിൽ യൂണിയനുകളുടെ നേതൃത്വത്തിൽ ടെസ്റ്റ് ഗ്രൗണ്ടിലേക്കുള്ള പ്രവേശന കവാടം ഉപരോധിച്ചു. മന്ത്രി സർക്കുലർ പിൻവലിക്കാതെ സമരം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിലാണ് യൂണിയൻ. അതിനിടെ മലപ്പുറത്ത് ടെസ്റ്റ് ഗ്രൗണ്ടിലേക്കുള്ള വഴി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ തടഞ്ഞു. പ്രതിഷേധക്കാർ ഗ്രൗണ്ടിൽ മുദ്രാവാക്യം വിളികളുമായി സമരത്തിലാണ്. ഈ പ്രതിഷേധങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് തന്നെ പരിഷ്കാരത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ലെന്ന മട്ടിലാണ് ഗണേഷ് കുമാർ. ദുബായ് മോഡൽ പരിഷ്കരണമാണ് താൻ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് മന്ത്രിയുടെ പ്രസ്താവന. എന്നാൽ ആദ്യം ദുബായ് മോഡലിലുള്ള റോഡ് കൊണ്ടുവാ, എന്നിട്ടാവാം ബാക്കി പരിഷ്കരണങ്ങൾ എന്ന നിലപാടിലാണ് ജനങ്ങൾ. കാസർഗോട്ടും മെയ് 24 വരെ ടെസ്റ്റുകൾ നിർത്തിവെച്ചു. കോവിഡ് വ്യാപനമാണ് കാരണമെന്നാണ് അപേക്ഷകർക്ക് SMS-ലൂടെ ലഭിച്ച വിവരങ്ങൾ. ഡ്രൈവിംഗ് ടെസ്റ്റ് വെറും 2 മിനിറ്റ് കൊണ്ട് നടത്തി പാസ്സാക്കി വിട്ടുവെന്നും ഇതിന്റെ പേരിൽ വൻതോതിൽ അഴിമതി നടക്കുന്നുണ്ടെന്ന് ലഭിച്ച പരാതിയെ തുടർന്നാണ് ഗണേഷ് കുമാർ ഡ്രൈവിംഗ് ടെസ്റ്റിൽ പുതിയ നിർദ്ദേശങ്ങൾ കൊണ്ടുവന്നത്. ഇതിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് ദിവസവും 100 മുതൽ 125 പേരെ പാസ്സാക്കുന്ന ടെസ്റ്റ് നടത്തുന്ന വിവരം പുറത്തുവന്നത്. ഈ ഉദ്യോഗസ്ഥർ എങ്ങനെയാണ് 2 മിനിറ്റ് കൊണ്ട് ടെസ്റ്റ് നടത്തി പാസ്സാക്കുന്നതെന്ന് അവർ തന്നെ എല്ലാവരുടെയും മുന്നിൽ കാണിക്കാനായിരുന്നു നിർദ്ദേശം. ഏറ്റവും കുറഞ്ഞത് 10 മിനിറ്റ് വരെ ഇന്നലത്തെ ടെസ്റ്റിന് വേണ്ടിവന്നുവെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ വിലയിരുത്തി. എന്നാൽ ഇതിൽ വെട്ടിലായത് ഇന്നലെ ലൈസൻസ് എടുക്കാൻ വന്നവരാണ്. നിരീക്ഷണത്തിനായി കൂടുതൽ ഉദ്യോഗസ്ഥർ എത്തിയതോടെ പരീക്ഷയ്ക്കെത്തിയ പലരും തോറ്റു. പരീക്ഷ പ്രയാസമായിരുന്നുവെന്നും ഇൻഡിക്കേറ്റർ ഇടാൻ താമസിച്ചതിന്റെ പേരിൽ പോലും തോറ്റെന്നും പലരും പറഞ്ഞതറിഞ്ഞ് 22 പേർ ടെസ്റ്റിന് വന്നില്ല. KSRTCയിൽ മദ്യപിച്ചെത്തി ജോലി ചെയ്യുന്നവരെ കണ്ടുപിടിക്കാനും കഴിഞ്ഞ മാസം 1 മുതൽ പരിശോധന നടത്തിയവരിൽ പിടിയിലായത് 137 പേരായി. ഇവരെ പിന്നീട് സസ്പെൻഡ് ചെയ്തിരുന്നു. മന്ത്രിയുടെ ഇപ്പോഴത്തെ പുതിയ പരിഷ്കാരങ്ങൾക്കെതിരെ പ്രതിഷേധങ്ങൾ വിവിധ സ്ഥലങ്ങളായി നടക്കുമ്പോഴും പ്രതിഷേധം കണ്ട് പിന്നോട്ടില്ലെന്നും മിന്നൽ വേഗത്തിലുള്ള ലൈസൻസ് നൽകൽ ആളെ കൊല്ലാനുള്ള ലൈസൻസ് നൽകും പോലെയാണെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. എന്നാൽ ഈ നടക്കുന്ന പ്രതിഷേധങ്ങൾക്കെല്ലാം പിന്നിൽ ഡ്രൈവിംഗ് സ്കൂൾ മാഫിയ സംഘങ്ങളാണ്. മലപ്പുറത്ത് ഡ്രൈവിംഗ് സ്കൂൾ മാഫിയ സംഘങ്ങളുണ്ട്. ഇവർക്ക് കൂട്ടുനിൽക്കാനായി പല ഉദ്യോഗസ്ഥരും പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഉദ്യോഗസ്ഥർ നേരത്തെ വൻതോതിൽ പണം വെട്ടിച്ചിരുന്നു. അഴിമതി കാണിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി തുടരുമെന്നുള്ള കടുത്ത ആരോപണങ്ങളാണ് മന്ത്രി ഉന്നയിച്ചത്. KSRTCയിൽ മദ്യപരിശോധന ആരംഭിച്ചതോടെ സംസ്ഥാനത്ത് അപകടങ്ങളിൽ താരതമ്യേന കുറവ് സംഭവിച്ചിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മലപ്പുറത്ത് ഡ്രൈവിംഗ് സ്കൂൾ മാഫിയ സംഘം പ്രവർത്തിക്കുന്നുവെന്ന ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ പരാമർശത്തിനെതിരെ CITU രംഗത്ത് വന്നിട്ടുണ്ട്. ഗതാഗത മന്ത്രി നടത്തിയത് വംശീയ പരാമർശമാണെന്നും മലപ്പുറം എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ പലർക്കുമുണ്ടാകുന്ന വൈഷമ്യം മന്ത്രിക്കുമുണ്ടെന്നും മലപ്പുറം ജില്ലാ സെക്രട്ടറി അബ്ദുൽ ഗഫൂർ പറഞ്ഞു. CITUവിന്റെ ഭാഗത്തു നിന്ന് പ്രതിഷേധം നടത്തുമ്പോഴാണ് ഡ്രൈവിംഗ് സ്കൂളുകൾക്കെതിരെ മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ആരോപണമുയർത്തിയത്. ഡ്രൈവിംഗ് സ്കൂൾ മാഫിയ സംഘങ്ങളാണ് പ്രതിഷേധങ്ങൾക്ക് പിന്നിലെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം ഇന്ന് നടപ്പാക്കാനിരിക്കെ വിവിധ ജില്ലകളിൽ ഡ്രൈവിംഗ് സ്കൂൾ യൂണിയനുകൾ പ്രതിഷേധം നടത്തി. പ്രതിഷേധത്തെ തുടർന്ന് തിരുവനന്തപുരത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് നിർത്തിവെച്ചു. 30 പേർക്കായിരുന്നു എത്താൻ നിർദ്ദേശം. അതിൽ 3 പേർ മാത്രമാണ് ഇന്ന് ടെസ്റ്റിനെത്തിയത്. അതേപോലെ തന്നെ മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവർ യദുവും തമ്മിൽ നടുറോഡിൽ വെച്ചുണ്ടായ വാക്കേറ്റത്തിൽ CPM-ൽ നിന്നുണ്ടായ സമ്മർദ്ദത്തെ വകവയ്ക്കാതെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ പോലീസ് റിപ്പോർട്ടും KSRTC വിജിലൻസ് വിഭാഗത്തിന്റെ റിപ്പോർട്ടും ലഭിക്കുന്നതുവരെ ഡ്രൈവർക്കെതിരെ തൽക്കാലം നടപടി എടുക്കില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത്. സംഭവ സമയത്ത് ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരിൽ ഒരാൾ പോലും ഡ്രൈവർക്കെതിരെ ഒരു വാക്കുപോലും പറയാത്തതാണ് മന്ത്രിയെ ഇങ്ങനെയൊരു നിലപാടെടുക്കാൻ പ്രേരിപ്പിച്ചത്. ഡ്രൈവിംഗ് ടെസ്റ്റ് കർശനമാക്കുമ്പോൾ
സംസ്ഥാനത്ത് അനുവദിക്കുന്ന ലൈസൻസുകളുടെ എണ്ണം കുറയും. എങ്ങനെയെങ്കിലും ഒരു ഡ്രൈവിംഗ് ലൈസൻസ് സ്വന്തമാക്കണമെന്ന ആഗ്രഹവുമായി നടക്കുന്നവരാണ് നമ്മൾ മലയാളികൾ. ഇനി മുതൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിൽ ചില്ലറ തരികിട ഒന്നും കാണിക്കാൻ പറ്റില്ലെന്ന മുന്നറിയിപ്പാണ് മന്ത്രി ഇതോടെ നൽകുന്നത്. എന്തെങ്കിലും കാണിച്ചുകൂട്ടി ലൈസൻസ് സ്വന്തമാക്കാമെന്ന ആഗ്രഹം ഇനി നടക്കില്ലെന്നാണ് ഗണേഷ് കുമാർ പറയുന്നത്. ഇനി മുതൽ എച്ച് മാത്രം എടുത്തിട്ടും കാര്യമില്ല, വണ്ടി റിവേഴ്സ് എടുക്കുകയും പാർക്ക് ചെയ്ത് കാണിക്കണമെന്നുമടക്കമുള്ള പരിഷ്കരണങ്ങൾ ആണ് വരുന്നത്. കേരളത്തിലെ ലൈസൻസിന് അന്തസ്സുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന വാഹനങ്ങളിൽ ക്യാമറ സ്ഥാപിക്കണമെന്നും അതിനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. മന്ത്രി ഉത്തരവ് പിൻവലിക്കുന്നതുവരെ ബഹിഷ്കരണം തുടരാൻ തന്നെയാണ് ഡ്രൈവിംഗ് സ്കൂളുകളുടെ തീരുമാനം. എന്തായാലും ഡ്രൈവിംഗ് ടെസ്റ്റിൽ തെറ്റുവരുത്തിയാൽ ലൈസൻസ് കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്.